അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. എന്റെ പേര് അശ്വിൻ. നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മൗലിക അവകാശങ്ങൾ ഭാഗം 3-ലാണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലിക അവകാശങ്ങൾ. നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ഭാഗം 1 എന്താണ്? അനുച്ഛേദം 1 മുതൽ 4 വരെയാണ്. അത് യൂണിയൻ ആൻഡ് ടെറിട്ടറിയെ കുറിച്ചാണ് പറയുന്നത്. ഭാഗം 2 എന്താണ്? അനുച്ഛേദം 5 മുതൽ 11 വരെ പൗരത്വത്തെ കുറിച്ച് പറയുന്നു. ഇനിയോ 12 മുതൽ അനുച്ഛേദം 12 മുതൽ 35 വരെ 12 മുതൽ 35 വരെ വരുന്ന ഭാഗമാണ് ഭാഗം 3. ഇതാണ് മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതിനെ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണ് ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത്? എന്തിനെയാണെന്ന് ചോദിച്ചാൽ ഭാഗം 3-നെയാണ്. ഭരണഘടനയുടെ ഭാഗം 3 അഥവാ മൗലിക അവകാശത്തെയാണ് ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. നിങ്ങൾക്കറിയാം മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിലെ തന്നെ ആദ്യത്തെ നിയമസംഹിത എന്നറിയപ്പെടുന്ന അല്ലെ റണ്ണിമേഡ് എന്ന് പറയുന്ന മൈതാനത്തിനകത്ത് ജോൺ രാജാവ് 1215 ജോൺ രാജാവ് ഇംഗ്ലണ്ടിൽ റണ്ണിമേഡ് മൈതാനത്തിൽ വെച്ച് പ്രഖ്യാപിച്ച നിയമസംഹിതയാണ് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. പിന്നീടുള്ള പല മനുഷ്യാവകാശ സംഹിതകളെയും നമ്മൾ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. സോ മാഗ്ന കാർട്ട, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളാണ്, അഥവാ ഭാഗം 3 ആണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ. അപ്പൊ 3 വിശേഷണങ്ങളായല്ലോ. എന്തൊക്കെയാ? ഭരണഘടനയുടെ ആണിക്കല്ല് ഭാഗം 3. പിന്നെയോ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു ഭാഗം 3. പിന്നെയോ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നതും മൗലിക അവകാശങ്ങളെയാണ്. ഓക്കെ അല്ലേ? ഇനി ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം ഏത് രാജ്യത്തു നിന്നും കടമെടുത്തതാ? അത് നിങ്ങൾക്കറിയാം, അമേരിക്ക അല്ലെ. അമേരിക്കയിൽ നിന്നുമാണ് ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത്. സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ അഥവാ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നെല്ലാം എടുത്തു പഠിക്കേണ്ടത് എന്തിനെയാണ്? സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നും അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ്. ഇനി അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാം? മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കുള്ളത്? രാഷ്ട്രപതിക്കാണ്. അത് ഏത് സമയത്താണ്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. നമ്മുടെ മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നെല്ലാം അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി അഥവാ മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങളുടെ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. മാത്രമല്ല 1931 വർഷം പഠിച്ചു നോക്കിയ 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനം നടന്നപ്പോൾ കറാച്ചി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായി മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് പ്രമേയം അവതരിപ്പിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ട പ്രമേയമാണ്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് ആരാ? നെഹ്റു ആണ്. ഏതാ വർഷം? 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം എവിടെ വെച്ച് നടന്നു? കറാച്ചിയിൽ വെച്ച് നടന്നു. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നറിയോ? അത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ച്, കറാച്ചി സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ഒരു പ്രമേയം അവതരിപ്പിച്ചു. അത് എന്തുമായി ബന്ധപ്പെട്ടതാ? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന, മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന, മൗലിക അവകാശങ്ങളുടെ കമ്മിറ്റികളുടെ അധ്യക്ഷനായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഓക്കെ ആണല്ലോ? ശരി. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ 6 മൗലിക അവകാശങ്ങളേ ഉള്ളൂ. ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് പഠിക്കാം. അതിൽ 6 മൗലിക അവകാശങ്ങളെ നിലവിലുള്ളൂ, ഒരെണ്ണം നിലവിലില്ല. അതേതാ ഇല്ലാതായത് എന്ന് ചോദിച്ചാൽ സ്വത്തവകാശമാണ്. സ്വത്തവകാശം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ ഭരണഘടനയുടെ
മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. പഠിച്ചു നോക്കിയ 1978 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1979 പക്ഷെ 1978 പാർലമെന്റ് പാസ്സാക്കുന്നത്. അപ്പോ 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ മൗലിക അവകാശം അല്ലാതെയാക്കി മാറ്റി, പകരം അതിനെയോ നിയമ അവകാശമാക്കി മാറ്റി. അപ്പൊ നിങ്ങൾ പഠിച്ചു നോക്കിയേ. ഇപ്പൊ ചോദിക്കാം, സ്വത്തവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എന്ത് തരം അവകാശമാണ്? അത് മൗലിക അവകാശമാണോ? അല്ല. പക്ഷെ എന്തവകാശ? നിയമ അവകാശമാണ്. പഠിച്ചു വെക്കുക, നിയമ അവകാശമാണ്. അപ്പൊ നിലവിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് എന്ത് തരം അവകാശമാണ്? നിയമ അവകാശമാണ്, മൗലിക അവകാശമല്ല. അപ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര ഉള്ളത്? 6 ഏതാണ് ഇല്ലാണ്ടായത്? സ്വത്തവകാശം. ഏതു വർഷം ഇല്ലാണ്ടായത്? 1979 ഇല്ലാണ്ടായത്. അതിന് കാരണമായിട്ടുള്ള ഭേദഗതി ഏതാ? 1978 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന് 79 അപ്പൊ 79 ഈ ഒരു മൗലിക അവകാശം നീക്കം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നിലവിൽ എത്ര മൗലിക അവകാശമുണ്ട്? 6 മൗലിക അവകാശം. സ്വത്തവകാശം നിലവിൽ എന്ത് തരം അവകാശ? അത് നിയമ അവകാശമാണ്. അപ്പോൾ നിലവിൽ ഏത് അനുച്ഛേദത്തിൽ അത് പെടുന്നതെന്ന് ചോദിച്ചാൽ 300A എന്ന് പറയുന്ന അനുച്ഛേദം, ആർട്ടിക്കിൾ 300A പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 300A നിലവിൽ സ്വത്തവകാശം പരാമർശിക്കുന്നത്. അത് 12ാമത്തെ ഭാഗത്താണ് വരുന്നത്. ഭാഗം 12ലാണ് വരുന്നത്. 300A ആണ്. മുമ്പ് അത് ആർട്ടിക്കിൾ 31-ലും 19(1)F-ലുമായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 31-നകത്തും ആർട്ടിക്കിൾ 19(1)F-നകത്തുമായിരുന്നു മുമ്പ് സ്വത്തവകാശം പറഞ്ഞിരുന്നത്. അത് മൗലിക അവകാശങ്ങളുടെ ഇടയിലാണ് അല്ലെ? 12-നും 35-നും ഇടയിലായിട്ട് വരുന്ന ഭാഗമാണ് 31-ഉം. അതുപോലെ തന്നെ 19(1)F എന്ന് പറയുന്നതല്ല അല്ലെ? അത് എടുത്തു മാറ്റി എവിടേക്ക് കൊണ്ടുപോയി? 12ാം ഭാഗത്തുള്ള 300A എന്ന് പറയുന്ന അനുച്ഛേദത്തിലേക്ക് കൊണ്ടുപോയി ഇട്ടു. അപ്പൊ നിലവിൽ അത് നിയമ അവകാശമാണ്, മൗലിക അവകാശമല്ല. പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? ശരി, ഇനി നമുക്ക് മൗലിക അവകാശങ്ങളിലേക്ക് കടക്കാം. മൗലികാവകാശങ്ങളിലേക്ക് കടക്കുമ്പോൾ 6 മൗലിക അവകാശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ആ 6 മൗലികാവകാശങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും അനുച്ഛേദം 14-ലാണ്. പക്ഷെ നമുക്കറിയാം 12 മുതൽ എന്താണ്? മൗലിക അവകാശങ്ങളല്ലേ? അപ്പൊ 12ഉം 13ഉം എന്താണ്? 12ഉം 13ഉം മൗലിക അവകാശങ്ങൾ എടുത്ത് നമ്പർ ചെയ്ത് പറയല്ല ചെയ്യുന്നത്. അതിനേക്കാൾ മുമ്പുള്ള 2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 12-ൽ പറയുന്നു എന്താണ് രാഷ്ട്രം? രാഷ്ട്രം എന്നാൽ എന്ത്? ഇംഗ്ലീഷിൽ സ്റ്റേറ്റ് എന്നാൽ എന്ത്? സ്റ്റേറ്റ് എന്നുള്ളതിന്റെ നിർവചനം. സ്റ്റേറ്റ് എന്നാൽ രാഷ്ട്രം എന്നാണ് അർത്ഥം. സ്റ്റേറ്റ് എന്നാൽ എന്തെല്ലാം പെടും? സ്റ്റേറ്റ് എന്നാൽ ഇന്ത്യയുടെ പാർലമെന്റ് പെടും, സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭകൾ പെടും, സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാരിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ ബോഡീസും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങി സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തിൽ പെടും? ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്നുള്ള നിർവചനത്തിൽ പെടും. അപ്പോൾ സർക്കാർ മാത്രമാണോ? സർക്കാർ അല്ലാത്ത ചില സ്ഥാപനങ്ങളും പെടും. ഫോർ എക്സാമ്പിൾ സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ പബ്ലിക്കിനെ നേരിട്ട് ഇന്ററാക്ഷൻസ് വരുന്ന സ്ഥാപനങ്ങളും എന്തിന്റെ അണ്ടറിൽ വരും? ആർട്ടിക്കിൾ 12-ന്റെ സ്റ്റേറ്റ് എന്നുള്ളതിന്റെ നിർവചനത്തിൽ വരും. എന്തിനാണ് ഈ സ്റ്റേറ്റിനെ കുറിച്ച് നിർവചിക്കുന്നത്? ആർട്ടിക്കിൾ 12 എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടിട്ടേക്കണേന്ന് അറിയോ? അതായത് ഈ മൗലിക അവകാശങ്ങളെല്ലാം നമുക്ക് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ അനുവദിച്ചു തരേണ്ടത് ആരാ? സ്റ്റേറ്റ് ആണ്, അല്ലാണ്ട് വ്യക്തികളല്ല. മൗലികാവകാശങ്ങളൊന്നും ഒരു വ്യക്തിക്കെതിരെ കിട്ടുന്ന അവകാശമല്ല, പകരം സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം മാത്രമല്ല, ഒരു രാജ്യം മാത്രമല്ല. ഞാൻ പറഞ്ഞു ഒരുപാട് സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാരും എല്ലാം സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ വിടും. അപ്പോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വലിയൊരു മീനിങ് ഉള്ള ഒരു കാര്യമാണ്. അവരിൽ ഏതെങ്കിലും ഒരാൾ, ഈ സ്റ്റേറ്റ് എന്നുള്ള നിർവചനത്തിൽ പെടുന്ന ഏതെങ്കിലും ഒരാള് നമ്മുടെ മൗലിക അവകാശങ്ങളെ ലംഘിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവർക്കെതിരെ നമുക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കേസ് കൊടുക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു വ്യക്തിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല? മൗലിക അവകാശങ്ങൾ തടസ്സപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്കെതിരെ ഒരിക്കലും സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റില്ല. ആർക്കെതിരെ കൊടുക്കാൻ പറ്റുള്ളൂ? സ്റ്റേറ്റിന് അഗെയിൻസ്റ്റേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 12. ക്ലിയർ ആണല്ലോ? അപ്പോൾ അനുച്ഛേദം 13 എന്താ? അനുച്ഛേദം 13 ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്നു. അതിന് മലയാളത്തില് നീതിന്യായ പുനഃപരിശോധന എന്ന് പറയാം. നീതിന്യായ പുനഃപരിശോധന, അതായത് സർക്കാർ ഒരു നിയമം നിർമ്മിക്കുന്നു. ആ നിയമം
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമാവുമെങ്കിൽ അത്തരം നിയമങ്ങളെ വോയിഡ് ആയിട്ട് പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പ്രഖ്യാപിക്കാം. അതായത് ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാം. അപ്പൊ ചില നിയമങ്ങൾ എന്ത് ചെയ്യും, പാർലമെന്റ് പാസ്സാക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലികൾ പാസ്സാക്കും. എന്നിട്ട് കോടതി അത് പരിശോധിച്ചിട്ട് ഇതിനകത്ത് മൗലിക അവകാശ ലംഘനങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ നിയമത്തെ എന്ത് ചെയ്യാം, കോടതിക്ക് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച് ആ നിയമത്തെ തന്നെ ഇല്ലാതെയാക്കാം. അത്തരം ഒരു പോയിന്റ് ആണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ ആണ്, നീതിന്യായ പരിശോധന. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള വാക്കൊന്നും എവിടെ പറയുന്നില്ല. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള വേർഡൊന്നും എടുത്ത് പറയുന്നില്ല. കുറച്ചു മുമ്പ് നമ്മൾ ആർട്ടിക്കിൾ 1 പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെഡറലിസം എന്നുള്ള വാക്ക് അതിനകത്ത് എടുത്ത് പരാമർശിക്കണില്ല എന്ന്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ എന്ന് എടുത്ത് പറയണില്ല. പക്ഷെ ജുഡീഷ്യൽ റിവ്യൂവിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിർവചിച്ച് വെച്ചിട്ടുണ്ട്. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് കൊണ്ടുവന്നതാ? അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്നതാണ് അല്ലെ, അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്നതാണ്. നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ. ആർട്ടിക്കിൾ 12, 13 ഓക്കെ ആണല്ലോ. നമുക്ക് 14ലേക്ക് കിടക്കല്ലേ, ആദ്യത്തെ മൗലികാവകാശത്തിലേക്ക് കിടക്കല്ലേ. 6 മൗലികാവകാശങ്ങൾ നിലവിലുണ്ട്. അതിൽ ആദ്യത്തെ മൗലികാവകാശം എന്ന് പറയുന്നത് സമത്വമാണ്. സമത്വം അല്ലെ, തുല്യത, ഈക്വാലിറ്റി, റൈറ്റ് ടു ഈക്വാലിറ്റി. റൈറ്റ് ടു ഈക്വാലിറ്റി അഥവാ സമത്വം 14 മുതൽ 15 വരെയാണ് ഉള്ളത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ അവകാശമാണ് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വം. അനുച്ഛേദം 14 മുതൽ 18 വരെ, അനുച്ഛേദം 14 മുതൽ 18 വരെയാണ് സമത്വം, സമത്വത്തിനുള്ള അവകാശം. അതിൽ 14 എടുത്തു പഠിക്കാം. 14 പറയുന്നത് 2 പ്രിൻസിപ്പിൾസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പ്രിൻസിപ്പിൾസ് ആണ്. ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. എന്താണ് ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ട്രിൻ ആണ്. എന്താണ് ഈ ഡോക്ട്രിൻ? ഈ നിയമം എന്താണ് പറയുന്നത്? അതായത് നിയമസമത്വം, ഈക്വാലിറ്റി ബിഫോർ ദ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, തുല്യ നിയമ സംരക്ഷണം. 2 നിയമങ്ങളാണ്, നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും. എന്താ നിയമസമത്വം? നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് നിയമസമത്വത്തിന്റെ ഉദ്ദേശം. എന്നാൽ തുല്യ നിയമ സംരക്ഷണം എന്ന് പറഞ്ഞാലോ എല്ലാവർക്കും എല്ലാവരെയും നിയമം ഒരുപോലെ സംരക്ഷിക്കുന്നു. എല്ലാവരെയും നിയമം ഒരുപോലെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംരക്ഷിക്കുകയാണ് നിയമം അല്ലെ. സോ അതൊരു പോസിറ്റീവ് റൈറ്റ് ആണ്, അതൊരു പോസിറ്റീവ് അവകാശമാണ് എന്നറിയപ്പെടുന്നു. മനസ്സിലായോ? അതായത് തുല്യ നിയമ സംരക്ഷണം എന്ന് പറയുന്നത് നിയമം നമ്മളെ സംരക്ഷിക്കുക ചെയ്യുന്നത്, എല്ലാവർക്കും തുല്യമായിട്ടുള്ള സംരക്ഷണം നൽകുന്നു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റൈറ്റ് ആണ്. ഇത് അമേരിക്കയിൽ നിന്നും കടമെടുത്തതാണ്. എന്നാൽ നിയമസമത്വം അത് ബ്രിട്ടീഷ് ആശയമാണ്. റൂൾ ഓഫ് ലോ എന്ന് പറയും. AV ഡയസി എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ, AV ഡയസി കൊണ്ടുവന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്തകൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആശയമാണ് റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന എന്താണ് നമുക്കറിയാം. റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് നിയമസമത്വത്തെയാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. നിയമവാഴ്ച അഥവാ നിയമസമത്വത്തെയാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ നിയമസമത്വം, നിയമവാഴ്ച എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കോൺസെപ്റ്റ് ആണ്. എന്നാൽ തുല്യ നിയമ സംരക്ഷണം എന്ന് പറയുന്നതോ ഒരു അമേരിക്കൻ കോൺസെപ്റ്റ് ആണ്. ഇത് ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആണ് നിയമസമത്വം. നിയമം എന്ന് പറയുന്ന നിയമം എല്ലാവരും പാലിക്കണം അല്ലെ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം അല്ലെ. എല്ലാവരും നിയമം പാലിച്ചേ പറ്റൂ. അപ്പോ ആൾക്കാർക്ക് അതൊരു നെഗറ്റീവ് തോട്ടാണ്. നമ്മൾ ഹെൽമെറ്റ് വെച്ചേ പറ്റൂ അല്ലെ, എല്ലാവരും ഏത് വ്യക്തിയാണെങ്കിൽ എല്ലാവരും ഹെൽമെറ്റ് വെക്കണം, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണം എന്നൊക്കെ പറയുമ്പോൾ എന്താ, നിയമവാഴ്ചയാ, എല്ലാവരും ആ നിയമം അനുസരിച്ചേ പറ്റൂ. മറ്റേതോ നിയമം സംരക്ഷിക്കുകയാണ്, നമ്മളെ സംരക്ഷിക്കുക. അപ്പൊ നമ്മളെ വലിയ ആളായി അല്ലെ. അപ്പൊ നമ്മളെ നിയമം സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് റൈറ്റും, നിയമവാഴ്ച അല്ലെങ്കിൽ നിയമസമത്വം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് റൈറ്റും ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഈ രാഷ്ട്രപതിക്കും ഗവർണറും ആർട്ടിക്കിൾ 361 പ്രകാരം, അനുച്ഛേദം 361 പ്രകാരം രാഷ്ട്രപതിക്കും ഗവർണർക്കും എന്തുണ്ട്, ഈ ആർട്ടിക്കിൾ 14 നിയമസമത്വം, തുല്യ നിയമ സംരക്ഷണം എന്നുള്ളതിനകത്ത് ഇളവുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന അനുച്ഛേദം 14 ഇളവുകൾ കൊടുക്കുന്നത് ആർക്കാ? അത് രാഷ്ട്രപതിക്കും ഗവർണറിനാണ് ആർട്ടിക്കിൾ 361 പ്രകാരം. ക്ലിയർ ആണല്ലോ. റൂൾ ഓഫ് ലോ നമ്മൾ പഠിച്ചു, AV ഡയസി ആരാണെന്ന് പഠിച്ചു. ഇനി ആർട്ടിക്കിൾ 15 കടക്കാം. 15 എന്ന് പറയുന്നത് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം, റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. ഏതൊക്കെ തരത്തിലുള്ള വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണ? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം. 5 കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കുക. എന്തൊക്കെയാ? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം.
മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം. ഇതിന്റെ രീതിയിൽ, മതത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ വർഗത്തിന്റെ രീതിയിൽ, ജാതി, ലിംഗം, ജന്മസ്ഥലം, ഇതിനൊക്കെ ഭേദമന്യേ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു പേരിൽ നമ്മൾ ഈ വിവേചനം നടത്തി മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് അനുച്ഛേദം 15 പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ്? സ്ത്രീ പുരുഷ സമത്വം. അപ്പോ നമ്മൾ പെട്ടെന്ന് സമത്വം എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ആർട്ടിക്കിൾ 14 ഓടി വരും. പക്ഷെ അല്ല, പുരുഷ സമത്വം എന്ന് പറയുന്നത് ലിംഗം, കേട്ടോ, ലിംഗഭേദമന്യേ എന്ത് ചെയ്യണം, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് എവിടെ വരുന്ന ആർട്ടിക്കിൾ 15 വരുന്നത്. പഠിച്ചു വെക്കാം. ക്ലിയർ ആണല്ലോ. ഇനി 15 ക്ലോസ് 3 പറയുന്നു, ഏതൊരു മൗലികാവകാശം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു മൗലികാവകാശം എടുത്തു കഴിഞ്ഞാലും അതിനെല്ലാം എന്തുണ്ട്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 361 വരെ പ്രകാരം രാഷ്ട്രപതിക്കും ഗവർണർക്കും ബാധകമല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ആർട്ടിക്കിൾ 15 ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ ഒന്നാണ് 15 ക്ലോസ് 3. 15 ക്ലോസ് 3 എന്ത് പറയുന്നു, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് വിവേചനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. മനസ്സിലായോ? ആർട്ടിക്കിൾ 15 ക്ലോസ് 3 എന്ത് പറയുന്നു, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാം, അത് വിവേചനമായിട്ട് കണക്കാക്കേണ്ടതില്ല. 15 ക്ലോസ് 4 പറയുന്നു, സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരും അതോടൊപ്പം SC ST പട്ടികവർഗ പട്ടിക വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കും എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ പ്രത്യേക പരിഗണന നൽകാവുന്നതാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരെ പിടിച്ചു കയറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രത്യേക പരിഗണന നൽകാമെന്ന് 15 ക്ലോസ് 4 പറയുന്നു. പഠിച്ചു വയ്ക്കുക. 15 ക്ലോസ് 3 സ്ത്രീകൾ, കുട്ടികൾ. 15 ക്ലോസ് 4 സാമൂഹികവും വിദ്യാഭ്യാസവുമായി പിന്നാക്കം നിൽക്കുന്നവരും SC ST യും. ക്ലിയർ അല്ലേ? 15 ക്ലോസ് 5 എന്ത് പറയുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം ആർക്ക്, സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർക്കും SC ST വിഭാഗത്തിൽ നിൽക്കുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം നൽകുന്നത് വിവേചനമല്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 15 ക്ലോസ് 5. അപ്പൊ നമ്മള് പലരും ആലോചിക്കുന്ന കാര്യമാണ്, ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ല എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കൊക്കെ ചില സമയത്ത് റിസർവേഷൻസ് കൊടുക്കുന്നുണ്ടല്ലോ, കുട്ടികൾക്ക് റിസർവേഷൻ കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ SC ST വിഭാഗക്കാർക്ക്, പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ റിസർവേഷനുകൾ കൊടുക്കുന്നത് ആർട്ടിക്കിൾ 15 അഗെയിൻസ്റ്റ് അല്ലേ എന്ന് തോന്നിപ്പോയേക്കാം. പക്ഷെ ഭരണഘടനാ നിർമ്മാതാക്കള് ഭരണഘടന നിർമ്മിക്കുമ്പോൾ തന്നെ 15 ക്ലോസ് 3 15 ക്ലോസ് 4 15 ക്ലോസ് 5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 15 ക്ലോസ് 3 പറയുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന കൊടുക്കാം. 15 ക്ലോസ് 4 പറയുന്നു സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്കും SC ST വിഭാഗക്കാർക്ക് എന്ത് ചെയ്യാം, പ്രത്യേക പരിഗണന കൊടുക്കാം. അത്തരം ആൾക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നൽകുമ്പോൾ എന്ത് ചെയ്യാം, റിസർവേഷനുകൾ കൊടുക്കാമെന്ന് 15 ക്ലോസ് 5 പറയുന്നു. ഇതൊന്നും കൂടാതെ ഈ അടുത്തായിട്ട് EWS എന്ന് പറയുന്ന സംവിധാനം വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം അല്ലെ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനെ പരിഗണിക്കാം, അത് വിവേചനമല്ല എന്ന് 15 ക്ലോസ് 6 പറയുന്നു. 15 ക്ലോസ് 6 എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന, സാമൂഹികപരമായിട്ട് മുന്നാക്കമുള്ള വ്യക്തികൾ അല്ലെ, അത്തരം ആൾക്കാർക്ക് EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്നറിയപ്പെടുന്ന വിഭാഗക്കാർക്ക് 10% റിസർവേഷൻ കൊടുക്കുന്നത് 15 ക്ലോസ് 6 എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിളിനകത്ത് ചെറിയൊരു ഭാഗം കൂടി കൂട്ടിച്ചേർത്തു, ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അപ്പൊ 15 ക്ലോസ് 6 പ്രകാരം എന്ത് പറയുന്നു, EWSനെ 10% സംവരണം നൽകുന്നത് വിവേചനമല്ല. ക്ലിയർ ആണോ? ഇനി 16 അടക്കാം. 16 അവസര സമത്വം ഇതുപോലെ തന്നെ പഠിക്കാം. 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ആർക്കൊക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ച മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം 5 കാര്യങ്ങൾ പഠിച്ചില്ലേ, അതിനോടൊപ്പം തന്നെ വംശം, താമസ സ്ഥലം, അങ്ങനെ 7 കാര്യങ്ങൾ. അപ്പൊ 5 ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം, അതിനോടൊപ്പം വംശം, താമസ സ്ഥലം കൂടി കൂട്ടിച്ചേർക്കുക. ഈ 7 രീതികളില് എന്ത് ചെയ്യാൻ പാടില്ല, വിവേചനം നടത്തിയ അവസരങ്ങളിൽ, പൊതു നിയമനങ്ങളിലെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ പാടില്ല. അവസര സമത്വം ഉണ്ടാവണം, ഇതിലെല്ലാം ഈക്വൽ ആയിട്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നു. മനസ്സിലായി? ഇവിടെ ഈ വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കേട്ടോ, പൊതു കിണറുകളിൽ നിന്നും വെള്ളം സ്വീകരിക്കുന്നതിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, വിവേചനം പാടില്ല. പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നേടുന്നതിന് വിവേചനം പാടില്ല. പൊതു സ്ഥാപനങ്ങളിലേക്ക്, ആ പൊതു സ്ഥാപനങ്ങളിൽ പോകുന്നതിന്, അതിലേക്ക് പ്രവേശിക്കുന്നതിന് വിവേചനം നടത്താൻ പാടില്ല എന്നെല്ലാം ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട് കേട്ടോ.
അപ്പൊ അതൊന്നും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം വിവേചനം പാടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അതുപോലെ അവസര സമത്വം വേണം ഇവിടെ ആർട്ടിക്കിൾ 16 പ്രകാരം. പക്ഷേ അവിടെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 16 എന്ത് പറയുന്നു? താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കാം. ചില സ്ഥാപനങ്ങളിലെ നിയമനം, ഇവിടെ മുഴുവൻ നിയമനമാണല്ലോ, അവസര സമത്വം അല്ലെ, പൊതു നിയമനങ്ങളിലെ അവസര സമത്വം അല്ലെ. ചിലപ്പോ പറയാം ഇത് ഇന്ന ജില്ലയിലുള്ളവർക്ക് മാത്രം എന്ന് പറഞ്ഞ് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ചില ജോലികൾ ഇന്ന സ്ഥലത്തുള്ളവരായിരിക്കണം എന്ന് എടുത്ത് ചിലപ്പോ ആവശ്യപ്പെട്ടേക്കാം. അപ്പൊ എന്ത് ചെയ്യാം? താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം? ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കാമെന്ന് 16 പറയുന്നു. 16 കുറച്ചു മുമ്പ് പറഞ്ഞ സാമൂഹ്യ വിദ്യാഭ്യാസപരമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്ക്, SC/ST വിഭാഗക്കാർക്കെല്ലാം എന്ത് ചെയ്യാം? റിസർവേഷൻ കൊടുക്കാമെന്ന് 16 പറയുന്നു. 16 എന്ത് പറയുന്നു? സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന മതസ്ഥാപനങ്ങൾ, ചില മതസ്ഥാപനങ്ങളുണ്ട് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ദേവസ്വം പോലെയുള്ള സ്ഥാപനങ്ങൾ അല്ലെ. അത്തരം സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുമ്പോൾ എന്ത് ചെയ്യാം? ആ അതത് മതവുമായി ബന്ധപ്പെട്ട് ഉള്ള വ്യക്തികളെ മാത്രം എന്ത് ചെയ്യാം? റിക്രൂട്ട് ചെയ്യാം. ആ സമയത്ത് മതപരമായിട്ട് വിവേചനമല്ലേ, അവസര സമത്വം എല്ലാവർക്കും ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. 16 സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന മതസ്ഥാപനങ്ങളിൽ അതത് മതക്കാർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാം? പ്രത്യേക പരിഗണന കൊടുക്കാമെന്ന് പറയുന്നു. 15 ഓൾറെഡി നമ്മൾ പഠിച്ചു. EWS നമ്മുടെ PSCക്ക് അകത്ത് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്? സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കകത്തെല്ലാം 10% എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് കൊടുക്കുന്ന സംവരണം എന്തല്ല, അത് അവസര സമത്വത്തിന് എഗെയിൻസ്റ്റ് അല്ല എന്ന് 16 പറയുന്നു. പഠിച്ചു വെക്കാം. ഇനി 17 കടക്കാം. ഇത് നിങ്ങൾക്ക് അറിയുന്നതാ, അയിത്ത നിർമ്മാർജ്ജനം. സ്ഥിരമായി PSC പണ്ടൊക്കെ ചോദിക്കാറുള്ള ചോദ്യം അല്ലെ. ആർട്ടിക്കിൾ 17 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അയിത്ത നിർമ്മാർജ്ജനം അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്നു. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അയിത്ത നിർമ്മാർജ്ജനം. അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 17. അതിനകത്ത് അയിത്തം എന്താണെന്ന് നിർവചിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അതിൽ പറയുന്നത് എന്താ? അയിത്തം ആചരിക്കുകയോ അതുമായി നടപ്പിലാക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്ത്യയിലെ നിയമത്തിനനുസരിച്ച്, ഇന്ത്യയിൽ പ്രാബല്യത്തിലുള്ള നിയമത്തിനനുസരിച്ചുള്ള കുറ്റങ്ങൾ ശിക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്ത് നിയമം ഇന്ത്യയിലെ പ്രാബല്യത്തിലുള്ളത്? അത് തൊട്ടുകൂടായ്മ നിരോധന നിയമം. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? തൊട്ടുകൂടായ്മ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് മാറുന്നത്. അതിന്റെ പേര് പിന്നീട് 1976 മാറ്റിയിട്ടുണ്ട്. അതിന്റെ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1976. നിലവിൽ അതിന്റെ പേരെന്താ? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1976. അതിന്റെ പഴയ പേരാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955. ഇതിനകത്തൊന്നും അയിത്തം എന്താണെന്ന് നിർവചിച്ചിട്ടില്ല. ഈ ആർട്ടിക്കിൾ 17 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വായിച്ചപ്പോൾ എന്ത് ചെയ്തിരുന്നു? മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ PSC ചോദിച്ചിട്ടുണ്ട്, മഹാത്മാഗാന്ധിക്ക് ജയ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 17 പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ അനുച്ഛേദം 14, 15, 16, 17 പഠിച്ചു. 12, 13 പഠിച്ചു. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് 18 കൂടി പഠിച്ച സമത്വം കഴിഞ്ഞില്ലേ? സമത്വം 14 മുതൽ 18 വരെ അല്ലേ? ഓർത്തു വെക്കുക. 18 എന്ന് പറയുന്നത് സൈനികപരമായോ വിദ്യാഭ്യാസപരമായോ ആയവ ഒഴികെ മറ്റേതൊരു ബഹുമതിയും പേരിനൊപ്പം ചേർക്കുന്നതിൽ നിന്നും വിലക്കുന്നു. നമുക്കറിയാം സൈനികപരമായിട്ട് മേജർ, ലെഫ്റ്റനന്റ് അല്ലെ, നമ്മുടെ കേണൽ എന്നുള്ള പദവികളൊക്കെ എന്താ? സൈനികപരമായിട്ടുള്ള പദവികളാണ്. ഇനി ഡോക്ടർ, അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള പദവികളാണ്. അത്തരം പേരുകൾ കൂട്ടിച്ചേർക്കാം. ആരുടെ കൂടെ? ഇന്ത്യയിലെ സിറ്റിസൺസിന്റെ കൂടെ അത്തരം പേരുകളൊക്കെ സ്വീകരിക്കാം. പക്ഷെ മറ്റേതൊരു ബഹുമതികളും നമുക്ക് സർക്കാരിന്റെ അനുമതി ഇല്ലാതെ സ്വീകരിക്കാൻ പറ്റില്ല, പേരിനൊപ്പം കൂട്ടിച്ചേർക്കാനും പാടില്ല എന്ന് ആർട്ടിക്കിൾ 18 പറയുന്നു. ആർട്ടിക്കിൾ 18 കൊണ്ട് തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് വിദേശ ബഹുമതികൾ സ്വീകരിക്കാൻ പാടില്ല. സർ പദവി അല്ലെ, സർ ശ്രീനിവാസ രാമാനുജൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, സർ CV രാമൻ എന്നൊക്കെ പറയാറുണ്ട്. ആ സർ പദവികൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇന്ത്യയിലെ ഈ ഒരു ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം സർ പദവി സ്വീകരിക്കാൻ പാടില്ല. സർ പദവി മാത്രമല്ല, വിദേശ ബഹുമതികളൊന്നും സ്വീകരിക്കാൻ പാടില്ല. മാത്രമല്ല, ഈവൻ ഇതൊക്കെ ഇന്ത്യൻ സിറ്റിസനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ പോലും പുറത്തുള്ള ചിലപ്പോൾ ഫോറിനേഴ്സ് ഉണ്ടാവും, അവര് ഇന്ത്യയിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ വഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ചിലപ്പോ ഇന്ത്യൻ കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹൈ കമ്മീഷൻ ഓഫ് എന്നൊക്കെ പറയുന്ന ഓഫീസുകളുണ്ട് അല്ലെ. അത്തരം ഇന്റർനാഷണൽ ഓഫീസുകൾ പോലെയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഫോറിനേഴ്സ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഇന്ത്യൻ പ്രസിഡന്റിന് അനുമതി ഇല്ലാതെ
മറ്റു രാജ്യങ്ങളുടെ ബഹുമതികളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നും ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 18 പ്രകാരം എന്താ പറയുന്നത്? സൈനിക ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതികളും ഒഴികെയുള്ള ഒരു പദവികളും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നീട് പണ്ട് ഒരുപാട് കേസുകളും ഒക്കെ വന്നു. നമ്മുടെ ഒന്നാം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് ശേഷം ജനതാ ഗവൺമെന്റ് കയറിയപ്പോ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് 1978-ലും 79-ലും ഭാരത് രത്ന പോലെയുള്ള പത്മ അവാർഡുകൾ കൊടുത്തില്ല. ഭാരത് രത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ തുടങ്ങിയിട്ടുള്ള പത്മ അവാർഡുകൾ എന്ത് ചെയ്തില്ല? 1978-79 കാലഘട്ടത്തിനകത്ത് കൊടുത്തില്ല. അതിനുശേഷം 1980-ല് വീണ്ടും ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വന്നപ്പോ ഭാരതരത്ന പോലെയുള്ള പത്മ അവാർഡുകൾ വീണ്ടും റീഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുത്തു തുടങ്ങി. ആ സമയത്ത് ഒരു കേസ് വന്നു. 1995-ല് ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിനകത്താണ് അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത്? പത്മ അവാർഡ് എന്ന് പറയുന്നത് വീണ്ടും കൊണ്ടുവരുന്നത്. പത്മ അവാർഡ് 1993-97 ആ ഒരു കാലഘട്ടത്തിലും എന്ത് ചെയ്തിട്ടില്ല? പത്മ അവാർഡുകൾ കൊടുക്കുന്നത് വിലക്കിയിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ്. പിന്നീട് ഈ കേസിനകത്ത് എന്ത് പറഞ്ഞു? പത്മ അവാർഡുകളൊന്നും ആർട്ടിക്കിൾ 18 പ്രകാരം വിലക്ക് വരുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അനുച്ഛേദം 18-നകത്ത് പറയുന്നുണ്ട് ബഹുമതികൾ നിരോധിക്കുന്നുണ്ട്. സൈനികപരമോ വിദ്യാഭ്യാസപരമോ ആയിട്ടുള്ള ബഹുമതികൾ ഒഴികെ മറ്റൊരു പേരും നമ്മുടെ പേരിന് കൂടെ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പത്മശ്രീ ചേർക്കാമോ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന ഇതെല്ലാം ചേർക്കാമോ എന്നുള്ള ചോദ്യം കോടതിയുടെ മുമ്പിൽ വരുന്നത്. അത് ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 1995-ലെ കേസിൽ 1995-ലെ കേസാണ്. 96-ലാണ് വിധി പറയുന്നത്. അതിൽ പറയുന്നു എന്താ? പത്മ അവാർഡുകള് കൊടുക്കാം. അതൊന്നും ആർട്ടിക്കിൾ 18-ന്റെ അണ്ടറില് ബാൻ അല്ല എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് മൗലിക അവകാശങ്ങൾ തുടങ്ങി വെച്ചു. ആർട്ടിക്കിൾ 12 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്ത് വീണ്ടും കേട്ട് പഠിക്കാം കേട്ടോ. സോ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.